നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മുടെ കേരള കോൺഗ്രസ് എം മാണി കോൺഗ്രസ് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ഏത് മുന്നണിയിലായിരിക്കും? LDFിൽ തുടരുമോ? UDFിലേക്ക് പോകുമോ? അതോ BJPയിലേക്ക് പോകുമോ? BJP നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണിയിൽ ചേരുമോ? എന്താണ് പൊതുവെ ഇക്കാര്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ എന്താണ്? ഈ കണ്ണൂരിലെ സിംഹം കെ സുധാകരൻ അദ്ദേഹം അവിടെ തങ്ങളുടെ ചുമതല ഒഴിഞ്ഞതിന് ശേഷം പുതിയ നേതൃത്വം കോൺഗ്രസിൽ വരികയും അവരുടെ നേതാക്കൾ ഇപ്പോൾ തുടർച്ചയായി തന്നെ പറയുന്നത് UDFിലേക്ക് കേരള കോൺഗ്രസ് മാണി വിഭാഗം എത്തുമെന്നാണ്. അവർ കുറച്ച് നാളുകളായി 5 വർഷത്തിലധികമായി ഇത് പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴാണ് കൂടുതൽ ശക്തമായി അത് ഉന്നയിക്കുന്നതും അതിന് അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്കുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പ്രത്യേകിച്ച് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് വിജയം കൈവരിക്കാൻ കഴിഞ്ഞാൽ അടുത്തു വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗം തങ്ങളുടെ പാളയത്തിലേക്ക് എത്തുമെന്നാണ് പല നേതാക്കളും സൂചിപ്പിക്കുന്നത്. പക്ഷേ അപ്പോഴും ഇവർ സൂചിപ്പിക്കുന്നത് നിലമ്പൂരുമായി ബന്ധപ്പെട്ടാണ്. നിലമ്പൂരിൽ ഒരു തിരിച്ചടി ഉണ്ടായാൽ അവർ പൂർണ്ണമായി തന്നെ ഇല്ലാതാകുമെന്നാണ് അവർ തന്നെ വ്യക്തമാക്കുന്നത്. കാരണം നിലമ്പൂരിൽ ഒരു വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പൂർണ്ണമായി തന്നെ ഇല്ലാതാകും. അങ്ങനെ കോൺഗ്രസ് പൂർണ്ണമായി ഇല്ലാതാകുമ്പോൾ ഒരു മൂന്നാം മുന്നണി നിൽക്കുകയാണല്ലോ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ. അവർ നിയമം അതിനൊരു ഉദാഹരണമാണ്. നിയമം മണ്ഡലത്തിൽ കോൺഗ്രസ് തകരുമ്പോൾ ആ പ്രദേശത്തേക്ക് വളർന്നു കയറുന്നത് BJP ആണ്. തൃശ്ശൂരിൽ നാം ആ കാഴ്ച കണ്ടിട്ടുണ്ട്, തിരുവനന്തപുരം കോർപ്പറേഷനിലും കണ്ടിട്ടുണ്ട്. ആ പല ഇടങ്ങളിൽ അതിലൊരു വിപരീതമായി ഉണ്ടാകുന്ന ഒരു സ്ഥലം പാലക്കാട് മാത്രമാണ്. പാലക്കാടാണ് കോൺഗ്രസ് 2ാം സ്ഥാനത്ത് നിൽക്കുകയും BJP അവിടെ ഭരണം നടത്തുകയും ചെയ്യുന്നത് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നഗരസഭയുമായി പാലക്കാട്. അതെ, അതുമായി ബന്ധപ്പെട്ട് ആ രീതിയിലുള്ള ഒരു മാറ്റമാണ് നിലവിൽ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കേരള കോൺഗ്രസ് അവർക്കറിയാമല്ലോ, എല്ലാ കാലത്തും അവർക്ക് അധികാരമാണ് ആവശ്യം. എവിടെയാണ് പ്രത്യേകിച്ച് സർവേയേക്കാൾ കൂടുതൽ കഴിവ് അവർക്കാണ്. ആരാണ് അടുത്ത തവണ അധികാരത്തിൽ വരുമെന്ന് പെട്ടെന്ന് തന്നെ ഗണിച്ചറിയാനുള്ള കഴിവ് പ്രത്യേകിച്ച് കേരള കോൺഗ്രസുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇങ്ങനെ ചില വാർത്തകളും വന്നിട്ടുണ്ട്. മാണി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ഒരു സർവേ നടത്തുന്നുവെന്നും അടുത്ത തവണ ആരാണ് അധികാരത്തിൽ വരാൻ പോകുന്നതെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ ഈ മുന്നണി മാറ്റം ഉണ്ടാകുമെന്ന ചില വാർത്തകളുമുണ്ട്. പക്ഷെ അങ്ങനെ സർവേയുടെ ഒന്നും ആവശ്യമില്ല. ഈ കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട് അവർ എങ്ങോട്ടാണോ ചാഞ്ചാടുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാവാം കേരള രാഷ്ട്രീയത്തിൽ എങ്ങോട്ടാണുള്ള ഭരണം ആർക്കായിരിക്കും എന്ന് മനസ്സിലാവും. അത് മനസ്സിലാക്കാനുള്ള ഒരു തന്ത്രം നമുക്ക് തന്നെ ഉണ്ടാകുന്നതാണ്. പക്ഷേ ഈ LDF പക്ഷേ കൃത്യമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം ഈ കഴിഞ്ഞ 9ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ അവർ വലിയ പ്രചരണത്തിലേക്ക് പോയിരുന്നു. ആ പ്രവർത്തകരെ തന്നെ അവർ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രവർത്തകരുടെ മനസ്സിൽ, ജനങ്ങളുടെ മനസ്സിലല്ലെങ്കിലും പ്രവർത്തകരുടെ മനസ്സിൽ കൃത്യമായി തുടർഭരണം തങ്ങൾ തന്നെ അധികാരത്തിൽ വരുമെന്നൊരു ധാരണ ഉണ്ടാക്കാൻ വലിയ രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. അത് പിണറായി തന്നെ വീണ്ടും മുഖ്യമന്ത്രിയായി തുടരുമെന്നൊരു ആത്മവിശ്വാസം ഉണ്ടാക്കാൻ അവർ കഴിഞ്ഞു. അത് എന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോഴാണ് കേരളത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഇല്ല എന്നൊരു ഉത്തരം വരുന്നത്. കാരണം സമരങ്ങൾ കാണുന്നില്ല, തെരുവുകൾ ശാന്തമാണ്. നിരന്തര അഴിമതികളും അതോടൊപ്പം തന്നെ പിണറായി വിജയനും മകളുമായി ബന്ധപ്പെട്ട് നിരന്തര അഴിമതി കേസുകൾ ഉണ്ടാകുന്നു. പാർട്ടിയുമായി ബന്ധപ്പെട്ട് അഴിമതികൾ ഉണ്ടാകുന്നു. റിയാസ് ആണെങ്കിൽ ഈ തങ്ങളുടെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെ തന്നെ തൻ്റെ പേരിൽ ഫ്ലെക്സ് അടിച്ചു വയ്ക്കുന്ന ഒരു നിരന്തര പരിപാടിയുമായി മുന്നോട്ട് പോകുമ്പോഴും പക്ഷേ ഇവിടുത്തെ BJPയും അതോടൊപ്പം തന്നെ കോൺഗ്രസും അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ മൗനം പാലിക്കുന്നത് കൊണ്ടാണ് വീണ്ടും അധികാരത്തിൽ പിണറായി വിജയൻ വരുമെന്ന രീതിയിലേക്കുള്ള ഒരു മാറ്റം ഉണ്ടാകുന്നത്. പക്ഷെ കോൺഗ്രസ് ഈ സമയത്ത് കൃത്യമായി തന്നെ സമരം ചെയ്യുകയോ അതോടൊപ്പം തന്നെ ഇവരുടെ തെറ്റുകൾ ജനങ്ങൾക്കിടയിൽ ചൂണ്ടിക്കാട്ടുകയോ ചെയ്യാതെ അവർ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വലിയ തർക്കത്തിലാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം VD സതീശനുമായി ബന്ധപ്പെട്ടും രമേശ് ചെന്നിത്തലയും ഇപ്പോൾ അവരുടെ പ്രവർത്തകർക്കിടയിൽ തന്നെ അറിയാം മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട് അവർ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ കടിപിടി കൂടുന്ന ഒരു കാഴ്ചയാണ് കേരളം കാണുന്നത്. അതിനു പകരം അവർ പൊതു ഇടത്തിലിറങ്ങി തെരുവുകളിൽ ഇറങ്ങി സമരം ചെയ്തിരുന്നെങ്കിൽ ഒരു 5 സീറ്റെങ്കിലും വർദ്ധിപ്പിക്കാൻ കഴിയുമായിരുന്നു. ഇപ്പോഴുള്ള സാഹചര്യത്തിൽ എന്തായാലും കോൺഗ്രസ് ദയനീയ അവസ്ഥയിലാണ്. പക്ഷെ മുസ്ലിം ലീഗ് മാസങ്ങളായി തന്നെ വർഷങ്ങളായി തന്നെ തങ്ങൾക്ക് അധികാരത്തിൽ വരണമെന്ന ഒരു ലക്ഷ്യവുമായി മുന്നോട്ട് പോവുകയാണ്. അവരാണ് പലതവണ കേരള കോൺഗ്രസുമായി ചർച്ച നടത്തിയിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ പുതിയ നേതൃത്വം വന്നപ്പോൾ അത് ഏറ്റെടുക്കുക മാത്രമാണ് കോൺഗ്രസ് ചെയ്തിരിക്കുന്നത്. മുസ്ലിം ലീഗ് ആശങ്കപ്പെടുന്നത് മലബാറിലെ പല പ്രദേശങ്ങളിലും മുസ്ലിം ലീഗിന്റെ സ്വാധീനം കുറയുമ്പോൾ ആ പ്രദേശത്തിലേക്ക് വളർന്നു കയറാൻ വെൽഫെയർ പാർട്ടിക്കും SDP-ക്കും കൃത്യമായി കഴിയുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ ഈ SDP പെട്ടെന്നാണ് വളരുന്നത്. അവരുടെ വർഗീയ നിലപാടിലൂടെ തന്നെ പെട്ടെന്ന് വളരുന്ന കാഴ്ചകളുണ്ട്. അതിൽ ഏറ്റവും
പ്രധാനപ്പെട്ട ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന ഈരാറ്റുപേട്ടയിലാണ്. ഈരാറ്റുപേട്ടയിൽ നിലവിൽ 5-ലധികം കൗൺസിലർമാർ അവർക്കുണ്ട്. തെരഞ്ഞെടുക്കാൻ സാധിച്ചു. ഈ കണ്ണൂരിലെ മുഴുപ്പിലങ്ങാട് ആ പ്രദേശങ്ങളിലെല്ലാം വലിയ രീതിയിൽ വളരാൻ SDP കഴിയുന്നുണ്ട്. കോഴിക്കോടിലെ പല പ്രദേശങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി, മലപ്പുറത്ത്, അതുപോലെ പല സ്ഥലങ്ങളിലും ഒറ്റയ്ക്കും കൂട്ടായും ഒക്കെ അവർ വളരുന്നുണ്ട്. ചിലയിടത്തൊക്കെ അവർ UDF പിന്തുണയ്ക്കുന്നു, മറ്റു ചിലയിടത്ത് LDF പിന്തുണയ്ക്കുന്നു. CPM പല സ്ഥലത്തും ഇവരുടെ പിന്തുണയിലാണ് അധികാരത്തിലിരിക്കുന്നത്. ഇവിടെ വെമ്പായം പഞ്ചായത്തിൽ പോലും നമ്മളത് കണ്ടതാണ്, തിരുവനന്തപുരത്ത്. അതുപോലെ പല സ്ഥലത്തും അവർക്ക് ഈ പറഞ്ഞതുപോലെ ഈ SDPIയുടെ പിന്തുണ മാറി മാറി മുന്നണികൾക്ക് കൊടുക്കുന്നുണ്ട്. അതൊരു സത്യമാണ്. ഈ SDP മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ളവർ കോഴിക്കോടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നാം പാലക്കാട് കണ്ടത്, ഇപ്പോൾ നിലമ്പൂർ കാണുന്നതെല്ലാം ഇത്തരം വർഗീയ പാർട്ടികളാണ് വിലപേശുകയാണ്. ഞങ്ങളുടെ പക്കൽ ഇത്ര ശതമാനം വോട്ടുണ്ട്, അതിനെക്കുറിച്ചുള്ള അവർക്ക് വേണ്ടി പല വിട്ടുവീഴ്ചകളും ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ഇരു മുന്നണികളും എത്തിയിരിക്കുകയാണ്. എന്തായാലും കേരള രാഷ്ട്രീയം അങ്ങനെ മാറി മറിയുമ്പോഴും കേരള കോൺഗ്രസുകളാണ് ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. UDF എന്തായാലും അധികാരത്തിൽ വരണമെങ്കിൽ ഒറ്റയ്ക്ക് നടക്കില്ല. ഇപ്പോഴുള്ള അവരുടെ മുന്നണി നാം പരിശോധിക്കുകയാണെങ്കിൽ ആകെ കുറച്ചെങ്കിൽ 5-ലധികം സീറ്റുകൾ സ്വന്തമായി നേടാൻ കഴിയുള്ള ഒരു പാർട്ടിയുള്ളത് മുസ്ലിം ലീഗാണ്. കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം ലീഗ് മാത്രമാണ് ഉള്ളത്. അല്ലാതെ ഒരു പാർട്ടിക്കും നിലവിലെ സാഹചര്യത്തിൽ പലരും RSP എല്ലാം വലിയ പാർട്ടിയായതല്ലേ, ദേശീയ പാർട്ടിയായിരുന്നല്ലോ. ചവറ മുതൽ ചവറ വരെയുള്ള ദേശീയ പാർട്ടി എന്നാണ് RSPയെ കുറിച്ച് രാഷ്ട്രീയ എതിരാളികൾ. ഒരു കാലത്ത് അവർക്ക് 5-ലധികം MLAമാര് MP ഒക്കെ ഉണ്ടായിരുന്നു. ശ്രീകണ്ഠൻ നായർ പോലെയുള്ള അധികായന്മാർ, ബേബി ജോണിനെ പോലെയുള്ളവർ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അവർ ശക്തി ക്ഷയിച്ച് 2001 തെരഞ്ഞെടുപ്പിലാണ് അതിലൊരു വിഭാഗം വിട്ട് UDFനൊപ്പം ചേർന്ന് മത്സരിക്കുകയും ജയിക്കുകയും, അന്ന് ബാബു ദിവാകരനൊക്കെ ജയിച്ച് മന്ത്രിയായ ആളാണ്. അതുപോലെ ഷിബു ബേബി ജോൺ ജയിച്ചു വന്നു, MLA ആയി. അങ്ങനെ പലരെയും നമ്മൾ കണ്ടതാണ്. പക്ഷേ പിന്നീട് 2006 മുതൽ അവരുടെ ശക്തി ക്ഷയിക്കുന്നതാണ് കണ്ടത്. LDFനൊപ്പം നിന്ന RSP ആണ് പിന്നെ കുറച്ചെങ്കിലും അവശേഷിച്ചത്. ഇപ്പോൾ അവർക്ക് കേവലം ഒരു MP മാത്രമേ ഉള്ളൂ. അത് പ്രേമേന്ദ്രനാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ടാണ് അദ്ദേഹം നിലനിൽക്കുന്നത്. അത് ഭാവിയിൽ എന്തായി മാറുമെന്നറിയില്ല. പ്രേമേന്ദ്രൻ നിലവിൽ കൊല്ലത്തുനിന്നുള്ള MP ആണ്. RSPയുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത വണ്ണം അവർ കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തമായി കൊണ്ടിരിക്കുകയാണോ എന്നൊരു ചോദ്യമാണ് ഉയരുന്നത്. അങ്ങനെ RSP ഉൾപ്പെടെയുള്ള പാർട്ടികൾ, അവിടെ നേതാക്കൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ UDFൽ നേതാക്കൾ മാത്രമേ ഉള്ളൂ. പക്ഷെ സംഘടനാ സംവിധാനം വലിയ രീതിയിൽ തകർന്നിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാം കുറച്ചെങ്കിലും സംഘടനാ സംവിധാനമുള്ള പാർട്ടിയായ കേരള കോൺഗ്രസിനെ കൊണ്ടുവരാനുള്ള വലിയ ശ്രമം നടത്തുന്നുണ്ട്. ആ ശ്രമങ്ങൾ നടത്തുമ്പോഴും മറുഭാഗത്ത് LDF വലിയ ശക്തമാണ്. LDF പല വാഗ്ദാനങ്ങളും നൽകി ആ പാർട്ടിയെ ഉറപ്പായി തന്നെ പിടിച്ചു നിർത്തി ഒരു 3ാം സർക്കാർ രൂപീകരിക്കാനുള്ള പൂർണ്ണമായ ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ പുതിയ നേതൃത്വത്തിന് വലിയ പ്രതീക്ഷകളുണ്ട്. അവർ ഇപ്പോൾ പാലക്കാട് വിജയം സ്വന്തമാക്കി, നിലമ്പൂരിൽ വിജയം സ്വന്തമാക്കാമെന്ന പ്രതീക്ഷയുമായി മുന്നോട്ട് പോകുന്നു. പിന്നീട് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തങ്ങൾക്ക് മിന്നും വിജയമുണ്ടാകും. അതിന് വിപുലീകരണം UDFന്റെ ഒരു പുതിയ കക്ഷികൾ വന്നാൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ എന്ന് അവർക്കൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത്.